Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. ഹായ് ഓൾ, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് കേട്ടോ, ബ്രൂക്കീസുമായിട്ടാണ്. അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ളവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇത് വന്നിട്ട് ബ്രൗണീസും കുക്കീസും കൂടെ ചേർന്ന് മീറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒന്നാണ് ഈ ബ്രൂക്കീസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ബുദ്ധിമുട്ടേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ബാറ്ററായിട്ട് ബ്രൗണീസിൻ്റെ ബാറ്ററും ചെയ്യണം, കുക്കീസും ചെയ്യണം. ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പക്ഷേ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. നല്ല ഫഡ്ജിയും നല്ല ക്രിസ്പിനെസ്സും ചേർന്ന് വരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ ബ്രൗണി ബാറ്റർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കേട്ടോ. ഇപ്പോൾ ബ്രൗണി ഒട്ടുമിക്ക ആൾക്കാർക്കും ചെയ്യാൻ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ആ പ്രോസസ്സ് തന്നെയാണ് ഞാൻ ഇവിടെയും ചെയ്തു കൊടുക്കുന്നത്. മെഷർമെൻറ്റ്സിലൊക്കെ ഒരു മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഈ ബ്രൗണീസ് ആണെങ്കിലും കുക്കീസ് ആണെങ്കിലും നിങ്ങൾ അത് എടുക്കുന്നത് ഗ്രാം വൈസ് ആയിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക. എന്നാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് രണ്ടും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ബാറ്റർ 8 ഇഞ്ച് ടിന്നിലോട്ടാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടുന്നത് ബ്രൗണി ബാറ്ററാണ്. അതിവിടെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് കുക്കീസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനൊരു 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ഇവിടെ ബ്രൗൺ ഷുഗറും വൈറ്റ് ഷുഗറും കൂടെ ചേർത്താണ് ഞാൻ എടുത്തു കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു മുട്ടയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കണേ. പിന്നെ കുറച്ച് ഉപ്പും മൈദാമാവ് വേണം, ഫ്ലോറ്, 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് നമുക്ക് ഇതിനകത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പം കുക്കീസിൻ്റെ ബാറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു എന്താ പറയുക ടെക്സ്ചറിൽ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ലൂസാവാൻ പാടില്ല, എന്നാൽ ഒരു സ്വല്പം കട്ടിയും ആയിരിക്കണം കേട്ടോ. അപ്പം ഇതേപോലെ വേണം ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രൗണി ബാറ്ററിലോട്ട് ഇത് ഓരോ സ്കൂപ്പ് വൈസായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിത് ഫുള്ളായിട്ടും എന്താ പറയുക ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നും മാറ്റി വെച്ചിട്ടില്ല കുക്കീസിൻ്റെ ബാറ്റർ. എന്നിട്ട് അതിൻ്റെ മുകളിൽ മിൽക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ ഓരോ ക്യൂബായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഇത് ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. മിൽക്ക് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും കൂടെ നമുക്ക് കിട്ടും. ഇനി ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഓവനിലാണ് ഞാനിവിടെ ബേക്ക് ചെയ്തെടുക്കുന്നത്. 170 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിവിടെ ആയ ടൈം എന്ന് പറയുന്നത് 30 to 35 മിനിറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഓരോ ഓവൻ്റെയും ആ ഒരു ഇതനുസരിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ബ്രൂക്കീസ് അടിപൊളിയായിട്ട് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത് നമ്മളിപ്പം കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റായിട്ട് തന്നെ ആ ഒരു എന്താ പറയുക ആ ഒരു ടെക്സ്ചർ, ബ്രൗണി ടെക്സ്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫഡ്ജിയാണ്. ഈ ഫഡ്ജിനെസ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രൗൺ ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ബ്രൗൺ ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. കുറച്ചും കൂടെ ഫഡ്ജിനെസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെയും ബ്രൗണി കഴിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കീസ് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പം ആ ഒരു ക്രിസ്പിനെസ്സും ഈ ഫഡ്ജിനെസ്സും കൂടെ ചേർന്ന് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണിത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റവും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഒരു പീസ് നിങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ, കട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇതേപോലെയാണ് ഇതിൻ്റെ ടെക്സ്ചർ ഇരിക്കുന്നത്. നല്ല ഫഡ്ജിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിവിടെ ഒന്ന് സ്കൂപ്പ് ചെയ്ത് കാണിക്കാം. ഇതേപോലെ നല്ല ആ ഒരു ബ്രൗണി ലെയറാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ആ കുക്കി ലെയറും കൂടെ ചേർത്ത് ഒന്ന് സ്കൂപ്പ് ചെയ്ത് കഴിക്കുമ്പം ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.